100 ദിവസത്തെ ഫിനാൻഷ്യൽ ബുക്ക് സമ്മറി ചലഞ്ചിലേക്ക് സ്വാഗതം. കോടീശ്വരനാകുന്നത് എളുപ്പമാണ്, എന്നാൽ ശതകോടീശ്വരനെ പോലെ ചിന്തിക്കുന്നത് കളിയെ തന്നെ മാറ്റിമറിക്കും. നിങ്ങൾ തയ്യാറാണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പുസ്തകം സമ്പന്നനാകാൻ മാത്രമല്ല, ഒരു ശതകോടീശ്വരന്റെ ചിന്താഗതി വികസിപ്പിക്കാനും വഴികാട്ടുന്നു. ഇതിന്റെ പേരാണ് തിങ്ക് ലൈക്ക് എ ബില്യണർ. ഈ പുസ്തകത്തിൽ നിന്ന് ശതകോടീശ്വരന്മാർ എങ്ങനെ ചിന്തിക്കുന്നു, അവർ എങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നു, എന്തുകൊണ്ട് അവർ സമയത്തെയും ശ്രദ്ധയെയും പണത്തേക്കാൾ വിലപ്പെട്ടതായി കരുതുന്നു, ഏതൊക്കെ ശീലങ്ങളാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിലേക്ക് തുടങ്ങാം. ശതകോടീശ്വരനാകാനുള്ള ചിന്ത. അധ്യായം 1. ശതകോടീശ്വരനെ പോലെ ചിന്തിക്കുക. എല്ലാം മാറ്റിമറിക്കുന്ന ചിന്ത. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കഴിയുന്നത്ര പണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് സങ്കല്പിക്കുക. ആഡംബര കാറുകൾ, സ്വകാര്യ ജെറ്റുകൾ, ലോക പര്യടനം. ശതകോടീശ്വരനാകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്ന ഇതെല്ലാമാണ്. എന്നാൽ ശരിക്കും ഇത്രമാത്രം ചിന്തിച്ചാൽ ആർക്കെങ്കിലും ശതകോടീശ്വരനാകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ശതകോടീശ്വരനാകാനുള്ള തുടക്കം ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല, മറിച്ച് ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ്. 1. ഒരു ശതകോടീശ്വരന്റെ ചിന്ത ചിലവഴിക്കുന്നതിലല്ല, നിർമ്മിക്കുന്നതിലാണ്. ഒരു സാധാരണ വ്യക്തിയുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ എന്ത് വാങ്ങാം എന്ന് അയാൾ ചിന്തിക്കും. എന്നാൽ അതേ 1,00,000 രൂപ ഒരു ശതകോടീശ്വരന്റെ മാനസികാവസ്ഥയുള്ള ആളുടെ കയ്യിൽ കിട്ടിയാൽ ഇതുകൊണ്ട് 10,000 രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അതായത് പണം അവർക്കൊരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് ബിസിനസ് ആവാം, ഒരു സംവിധാനമാകാം, അല്ലെങ്കിൽ ഒരു നൂതന ആശയമാവാം. 2. റിസ്കിനെ അപകടമായിട്ടല്ല, അവസരമായി കാണുന്നു. മിക്ക ആളുകളും റിസ്ക് എടുക്കാൻ ഭയപ്പെടുമ്പോൾ ശതകോടീശ്വരന്മാർ അതിനെ ഒരു സാധ്യതയായിട്ട് കാണുന്നു. ഇത് പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതിന് പകരം ഇത് വിജയിച്ചാൽ എന്ത് സംഭവിക്കും എന്നവർ ചിന്തിക്കുന്നു. ഈ വ്യത്യാസമാണ് അവരുടെ ചിന്തയെ വലുതാക്കുന്നത്. അവർ പരാജയപ്പെടാൻ ഭയപ്പെടുന്നില്ല, കാരണം ഓരോ പരാജയത്തിൽ നിന്നും അവർ എന്തെങ്കിലും പഠിക്കുന്നു. ഓരോ പാഠവും അവരെ മുന്നോട്ട് നയിക്കുന്നു. 3. പരിമിതമായ ചിന്തയല്ല, പരിധിയില്ലാത്ത കാഴ്ചപ്പാട്. സാധാരണക്കാർ ചിന്തിക്കുന്നു, എൻ്റെ കയ്യിൽ അത്രയും പണമില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശതകോടീശ്വരന്മാർ ചിന്തിക്കുന്നു, പണമില്ലെങ്കിൽ സാരമില്ല, കഴിവുണ്ട്, ആശയമുണ്ട്, ആളുകളെ ഒന്നിപ്പിക്കാൻ കഴിയും. അവർ വിഭവങ്ങളുടെ അഭാവത്തെ ഒരു ഒഴിവ് കഴിവായിട്ട് കാണുന്നില്ല, മറിച്ച് അത് ഒരവസരമായി കാണുന്നു. 4. പ്രശ്നത്തിലല്ല, പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ സാധാരണ ചിന്താഗതിയുള്ളവർ പരാതിപ്പെടുന്നു. ശതകോടീശ്വരന്റെ മാനസികാവസ്ഥ പറയുന്നു, ഇതിന്റെ പരിഹാരം എന്താണ്? ഇതിൽ ഒരു ബിസിനസ് മാതൃക കണ്ടെത്താൻ കഴിയുമോ? ഉദാഹരണത്തിന്, ലോകം ലോക്ക്ഡൗണിലായിരുന്നപ്പോൾ ശതകോടീശ്വരന്മാർ അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ളവർ എല്ലാവരും ഡിജിറ്റൽ ബിസിനസ്സുകൾ, ഹോം ഡെലിവറി, ഹെൽത്ത് ടെക്, എഡ് ടെക് തുടങ്ങിയവയെ അവസരങ്ങളാക്കി കണ്ട് കോടികൾ സമ്പാദിച്ചു. 5. ദീർഘകാല ചിന്ത, ഹ്രസ്വകാല അത്യാഗ്രഹം വേഴ്സസ്. ഒരു സാധാരണ ചിന്താഗതിയുള്ള വ്യക്തിക്ക് ഉടനടി ഫലം വേണം. എന്നാൽ ശതകോടീശ്വരൻ ചിന്തിക്കുന്നു, 100 രൂപ നിക്ഷേപിച്ച് 3 വർഷം കാത്തിരിക്കാം, പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കാം. അവർ സമയത്തൊരു നിക്ഷേപമായി കാണുന്നു. ചിന്ത മാറ്റിയാൽ ഫലങ്ങളും മാറും. ഒരു ശതകോടീശ്വരന്റെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഒരു ശതകോടീശ്വരനെ പോലെ ചിന്തിക്കുക. എല്ലാ ദിവസവും സ്വയം ചോദിക്കുക, ഞാൻ റിസ്കിൽ നിന്ന് ഓടിപ്പോവുകയാണോ, അതോ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണോ? ഞാൻ വെറുതെ ചിലവഴിക്കുകയാണോ, അതോ മൂല്യം സൃഷ്ടിക്കുകയാണോ? ചിന്ത മാറുമ്പോഴാണ് യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കുന്നത്. അധ്യായം 2. നിങ്ങളുടെ വ്യക്തിപരമായ പരിശീലനം, യുവർ പേഴ്സണൽ അപ്രന്റീസ്. പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ, അധ്യാപകനെയല്ല പഠിക്കാനുള്ള ഒരിടം കണ്ടെത്തുക എന്നാണ്. ഈ അധ്യായത്തിൽ പ്രധാന സന്ദേശം, ജീവിതത്തിൽ പഠിക്കാൻ നിങ്ങൾ വലിയ കോളേജുകളിലോ വില കൂടിയ കോഴ്സുകളിലോ പോകേണ്ടതില്ല എന്നതാണ്. നിങ്ങളെ ഉയർത്താൻ സഹായിക്കുന്ന ആളുകളെയും അവസരങ്ങളെയും അനുഭവങ്ങളെയും നിങ്ങൾക്ക് ചുറ്റും കണ്ടെത്തുമ്പോൾ യഥാർത്ഥ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. പഠനത്തിൻ്റെ യഥാർത്ഥ രീതി, അപ്രന്റീസ് മാനസികാവസ്ഥ. ഒരു പത്രവിതരണക്കാരനായ കുട്ടി എല്ലാ ദിവസവും പത്രം വിതരണം ചെയ്യുന്ന ഒരു സാധാരണ കുട്ടി ഒരു ബിസിനസ്സുകാരനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വിജയിച്ചു? ബിസിനസ്സുകാരൻ്റെ മറുപടി ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായിരുന്നു, ശ്രദ്ധയോടെ കാണുക, പഠിക്കുക, സ്വയം ഉപയോഗപ്രദമാക്കുക. ഈ വാചകം ഒരു ഉപദേശം മാത്രമല്ല, ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള ഒരു ഫോർമുലയാണ്. ശ്രദ്ധയോടെ കാണുക, പഠിക്കുക, സ്വയം ഉപയോഗപ്രദമാക്കുക. ഒരു അപ്രന്റീസ് ആവുക എന്നതിനർത്ഥം നിങ്ങളെക്കാൾ മികച്ച ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുക. നിങ്ങളുടെ ഈഗോ മാറ്റിവെക്കുക. പണത്തിന് വേണ്ടി മാത്രമല്ല, പഠിക്കാനും വേണ്ടി ജോലി ചെയ്യുക. സ്വയം ചോദിക്കുക, നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഉപദേശകനായി കണ്ടിട്ടുണ്ടോ? നമുക്ക് ചുറ്റും എപ്പോഴും ഏതെങ്കിലും തരത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരാളുണ്ടാവും. ഓഫീസിലെ ഒരു സീനിയർ ആവാം, അനുഭവ പരിചയമുള്ള ഒരു ബിസിനസ്സുകാരനാവാം, എന്തിന് നിങ്ങളുടെ ഡ്രൈവർ പോലും. എന്നാൽ ചോദ്യം ഇതാണ്, അവരിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ടോ?
അപ്രന്റീസ് മാനസികാവസ്ഥ പറയുന്നു. പഠിക്കാനുള്ള ഉത്തരവാദിത്തം ഗുരുവിൻ്റേതല്ല, നിങ്ങളുടേതാണ്. കെട്ടിടത്തിൻ്റെ ഉദാഹരണവും ലൊക്കേഷൻ സാധ്യതയും. ലൊക്കേഷൻ ഇത് മാനസികാവസ്ഥയിൽ പ്രയോഗിക്കുന്ന വിജയികളായ ആളുകൾ ശരിയായ ലൊക്കേഷനിൽ സ്വയം പ്രതിഷ്ഠിക്കുന്നു. അതായത് പഠിക്കാനും വളരാനും മുന്നോട്ട് പോകാനും അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വില കുറഞ്ഞതും എളുപ്പമായുള്ള സ്ഥലങ്ങളിലല്ല, ഭാവി എവിടെയാണോ അവിടേക്കാണ് ആളുകൾ പോകുന്നത്. നിക്ഷേപകന്റെ കഥ കേൾക്കാം. ഒരു യുവാവ് വില കുറഞ്ഞ ഫ്ലാറ്റ് തിരഞ്ഞെടുത്തില്ല. അയാൾ മെട്രോ വരാൻ പോകുന്നൊരു സ്ഥലത്ത് നിക്ഷേപിച്ചു. ഇതിൻ്റെ ഫലമായി 3 മടങ്ങും 5 മടങ്ങുമായി ആ സ്ഥലത്തിൻ്റെ വില വർദ്ധിച്ചു. ആളുകൾ ഇപ്പോൾ ഇല്ലാത്ത, എന്നാൽ അവർ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെ കണ്ടെത്തുക, അവിടെ നിക്ഷേപിക്കുക. ശതകോടീശ്വര മാനസികാവസ്ഥയുടെ സാരം എന്താണെന്ന് വെച്ചാൽ, ഓരോ വിജയിയും എവിടെയെങ്കിലും ഒരു അപ്രന്റീസ് ആയിരുന്നു. ശരിയായ സാഹചര്യം നിങ്ങൾ ഉയർത്തുന്നു. പഠനം പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, ആളുകളിൽ നിന്നുമാണ്. സാധ്യതകളെ കാണുക, വർത്തമാനകാലത്തെ മാത്രമല്ല. നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ജോലി ചെയ്യുമ്പോൾ എനിക്കിവിടെ എന്ത് പഠിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക. അടുത്തത് അധ്യായം 3, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം എങ്ങനെ തിരഞ്ഞെടുക്കാം. കെട്ടിടത്തിൻ്റെ ഭിത്തികളല്ല, കണക്കുകൾ നോക്കുക. വളർച്ച, വാടകയ്ക്കുള്ള ഡിമാൻഡ്, പൊതുസൗകര്യങ്ങൾ എന്നിവയെല്ലാം പ്രധാനമാണ്. ഒരു ശമ്പളക്കാരനായ യുവാവ് വാടക ഡിമാൻഡ് കണ്ടൊരു ചെറിയ ഫ്ലാറ്റ് വാങ്ങി. പിന്നീട് ഇരട്ടി വിലയ്ക്ക് വിറ്റു. നിക്ഷേപം വികാരങ്ങൾ കൊണ്ടല്ല, യുക്തി കൊണ്ടാണ് നടത്തേണ്ടത്. ഏറ്റവും പ്രധാനമായ ഒരു നിക്ഷേപം നടത്തുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്നതിനെക്കുറിച്ചും ചിന്തിക്കണം. അധ്യായം 4, ഫൈനാൻസിങ്, മറ്റുള്ളവരുടെ പണം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്തുക. എന്താണ് ഫൈനാൻസിങ്ങിൻ്റെ യഥാർത്ഥ അർത്ഥം? ബിസിനസ്സോ നിക്ഷേപമോ തുടങ്ങാൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ തടസ്സം എൻ്റെ കയ്യിൽ പണമില്ല എന്നതാണ്. എന്നാൽ ശതകോടീശ്വരൻ്റെ മാനസികാവസ്ഥ പറയുന്നത്, എൻ്റെ കയ്യിൽ പണമില്ലായിരിക്കാം, പക്ഷേ ലോകത്ത് ധാരാളം പണമുണ്ട്, അത് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി. മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാമെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. എലോൺ മസ്ക്, ഡൊണാൾഡ് ട്രംപ്, മുകേഷ് അംബാനി തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ചാണ് തുടങ്ങിയത്. അവർ തങ്ങളുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പദ്ധതികളും കൊണ്ട് തങ്ങളുടെ പണം കൊണ്ട് വലിയ ലാഭം നേടാൻ കഴിയുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നല്ലതാണെങ്കിൽ, നിങ്ങളുടെ കമ്പനിയുടെ പ്ലാൻ ശക്തമാണെങ്കിൽ, നിങ്ങളുടെ തന്ത്രം വിശ്വസനീയമാണെങ്കിൽ, ബാങ്കുകളോ നിക്ഷേപകരോ നിങ്ങൾക്ക് പണം നൽകാൻ താല്പര്യം കാണിക്കും. വായ്പയെ ഭയത്തോടെയല്ല, ഒരവസരമായി കാണുക. വായ്പയെടുത്ത് നിങ്ങളത് ഉൽപ്പാദനപരമായ ആസ്തികളിൽ, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്, യന്ത്രസാമഗ്രികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതൊരു മികച്ച നീക്കമാണ്. അടുത്തത് നല്ല കടത്തിനെ പറ്റിയും ചീത്ത കടത്തിനെ പറ്റിയും മനസ്സിലാക്കുക. പണം സമ്പാദിക്കാൻ സഹായിക്കുന്നത് നല്ല കടമാണ്. പണം ചിലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചീത്ത കടമാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുക, സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുക, പണമുണ്ടാക്കാൻ സഹായിക്കുന്ന പ്രോജക്റ്റുകളിൽ മാത്രം നിക്ഷേപിക്കാൻ വായ്പയെടുക്കുക. ഫൈനാൻസിങ്ങിലും നിക്ഷേപത്തിലും വൈദഗ്ധ്യമുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. പണത്തിൻ്റെ അഭാവമല്ല യഥാർത്ഥ തടസ്സം, പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. വായ്പയെയും ഫൈനാൻസിങ്ങിനെയും നിങ്ങൾ ഒരു ഉപകരണമായി കാണുകയാണെങ്കിൽ വലിയ മൂലധനമില്ലാതെയും നിങ്ങൾക്കൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ കഴിയും. അടുത്തത് ശതകോടീശ്വരൻ്റെ നിയമങ്ങൾ. 1. സമയത്തിൻ്റെ വില അറിയുക. ശതകോടീശ്വരന്മാർ ഓരോ നിമിഷത്തെയും ഒരു കറൻസിയായി കാണുന്നു. 2. വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ലോകം ഭയത്തിലായിരിക്കുമ്പോഴും അവർ ശാന്തരായിരിക്കും. 3. വിവരങ്ങളിൽ മുൻതൂക്കം നേടുക. അവർ ആവശ്യത്തിലധികം പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നു. 4. ഊർജത്തെ സംരക്ഷിക്കുക. ആരുമായി സമയം ചെലവഴിക്കണം, ആരിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് അവർക്കറിയാം. 5. ദീർഘകാല ചിന്ത. അവർ ഹ്രസ്വകാല ലാഭങ്ങളില്ല, ദീർഘകാല കാഴ്ചപ്പാടിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പണത്തിൻ്റെ അഭാവമല്ല, കാഴ്ചപ്പാടിൻ്റെ ആവശ്യകതയാണ് പ്രാധാന്യം. ഈ അധ്യായത്തിൽ നിന്ന് വ്യക്തമാകുന്നത്, ശതകോടീശ്വരനാകാൻ തുടക്കത്തിൽ നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം വേണമെന്നില്ല. നിങ്ങൾ പണത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു, അത് ആളുകൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വിജയിയായ ആളുകൾ മറ്റുള്ളവരുടെ പണം, ബാങ്ക് നിക്ഷേപം, വായ്പ, പങ്കാളിത്തം എന്നിവ ഉപയോഗിച്ചാണ് തുടങ്ങിയത്. അവർ പണത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു, തടസ്സമായി കണ്ടില്ല. നിങ്ങൾ വായ്പയെയോ ഫൈനാൻസിങ്ങിനെയോ ഭയത്തോടെ കാണുമ്പോൾ നിങ്ങൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ അതിനെ വിവേകത്തോടെ, ശരിയായ തന്ത്രത്തോടെ ഉപയോഗിക്കുമ്പോൾ ഇതേ ഫൈനാൻസിങ് നിങ്ങളുടെ സ്വന്തം പണം കൊണ്ട് ഒരിക്കലും ലഭിക്കാത്ത അവസരങ്ങൾ നൽകുന്നു. അതിനാൽ ഫൈനാൻസിങ് എന്നാൽ കടത്തിൽ മുങ്ങുക എന്നല്ല, വിവേകത്തോടെ പണം ഒഴുക്കുക എന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് ശക്തമായൊരു പദ്ധതി, നല്ലൊരു ക്രെഡിറ്റ് പ്രൊഫൈൽ, അല്പം ധൈര്യം എന്നിവയാണ്. അടുത്ത തവണ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വയം ചോദിക്കുക, മറ്റുള്ളവരെ എൻ്റെ കൂടെ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിയുന്ന ഒരാശയമുണ്ടോ?
കാരണം ശതകോടീശ്വരൻ്റെ മനസ്സിൻ്റെ യഥാർത്ഥ മന്ത്രം അതുതന്നെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.